ഇപ്പോഴത്തെ ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. അദ്ദേഹമാണ് ലീഗിന്റെ പ്രസിഡന്റ്. സ്വാഭാവികമായും ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പ്രധാനമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ മതസംഘടനകളുണ്ട്. ആ മതസംഘടനകൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും എങ്ങനെയാണ് കാണുന്നത്? അവരാരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? എന്ത് താല്പര്യമാണ് അവരുമായി സഹകരിച്ചു പോകാൻ? ഒരു താല്പര്യം മാത്രം, വോട്ട് വേണം. എന്തിന്? ഞങ്ങളെ LDFനെ പരാജയപ്പെടുത്താൻ. അതല്ലേ വസ്തുത? ആരാണ് ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ 3-4 സ്ഥലങ്ങളിൽ അവർ മത്സരിക്കാൻ തീരുമാനിച്ചു. അതിലൊന്ന് സഖാവ് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക്. ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് ആകെ അവിടെ കേന്ദ്രീകരിച്ചു ജമാഅത്തെ ഇസ്ലാമി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി എന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരല്ല. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതിലവർക്ക് വിശ്വാസമില്ല. പക്ഷെ ഇത്തവണ ജമ്മു കാശ്മീർ മത്സരിക്കാൻ തയ്യാറായി. ജമ്മു കാശ്മീർ ഇതേവരെ സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമായിരുന്നു. ഇതാർക്ക് വേണ്ടിയാ? BJPക്ക് വേണ്ടി. BJPയുമായി സഹകരിച്ചുകൊണ്ട് BJPക്ക് വേണ്ടിയുള്ള മത്സരമായിരുന്നു അത്. ലക്ഷ്യം തരിഗാമിയെ പരാജയപ്പെടുത്തലായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അതിന്റെ കൂടെ നിന്നോ? ആ ജനങ്ങൾ പൂർണ്ണമായി തരിഗാമിയുടെ കൂടെ തന്നെ നിന്നു. തരിഗാമി വിജയിച്ചു. ഇതല്ലേ വസ്തുത? അപ്പൊ പറയും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അല്ല ഞങ്ങൾ എന്ന്. നമ്മുടെ രാജ്യത്തിന്റെ 2 ഭാഗം, ഒന്ന് വേറെ ഇതൊന്ന് വേറെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യായമാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരതേ നിലപാട് സ്വീകരിച്ചു പോകുന്നവരാണ്. ഒരേ നിലപാടാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. എങ്ങനെയാണ് അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞത്? SDPI ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഇത്തരം തീവ്രവാദ വിഭാഗങ്ങളെ അംഗീകരിച്ചു പോകാൻ കഴിയുന്നത്? ഇതെവിടെയാണ് എത്തിക്കുക? കോൺഗ്രസിന്റെ അനുഭവം നിങ്ങൾ കാണുന്നില്ലേ? കോൺഗ്രസിന്റെ അനുഭവമാണല്ലോ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങള് കോൺഗ്രസ് അണികൾ BJPയിലേക്ക് എത്തിക്കുന്ന ഇടയാക്കിയത്. ഒരുപാട് നേതാക്കളടക്കല്ലേ പോകുന്നത്. ഇവിടെ തന്നെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളില്ലേ, അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല എന്ന് മാത്രം. എല്ലാം നിങ്ങളെ കൺമുന്നിലില്ലേ? കോൺഗ്രസിന്റെ അതേ രീതി നിങ്ങളും മറ്റൊരു രീതിയിൽ പ്രവർത്തില്ലേ? കോൺഗ്രസിന്റെ കൂടെ നിന്ന് കോലീബി സഖ്യം പ്രാവർത്തികമാക്കാൻ സഹകരിച്ചവരാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വർഗീയ ശക്തികളെയും ഒന്നിച്ചു നിർത്താനല്ലേ നോക്കുന്നത്? ആത്യന്തികമായി നിങ്ങൾക്കത് ഗുണമാണോ ചെയ്യുക?